ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ഭഗവത്ഗീതയിലെ 5-ാം അധ്യായമായ കർമ്മസന്യാസ യോഗത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. ഇന്ന് കർമ്മസന്യാസ യോഗത്തിലെ 2-ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യത്തെ ശ്ലോകം അർജുനൻ്റെ ചോദ്യമായിരുന്നു. അതിന് ഭഗവാൻ നൽകുന്ന ഉത്തരമാണ് അടുത്ത ശ്ലോകം. ശ്രീഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിശ്രേയസ്കരൗ ഉഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. സന്യാസഃ സന്യാസവും കർമ്മയോഗശ്ച കർമ്മയോഗവും ഉഭൗ രണ്ടും നിശ്രേയസ്കരൗ മുക്തിപ്രദമാണ്. തു എന്നാൽ തയോ രണ്ടിൽ കർമ്മസന്യാസാത് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗ കർമ്മയോഗമാണ് വിശിഷ്യതേ വിശിഷ്ടമായത് ശ്രേഷ്ഠമായത്. ശ്രീ ഭഗവാനുവാച ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. സന്യാസവും കർമ്മയോഗവും ഇത് രണ്ടും മുക്തിപ്രദമാണ്, ശ്രേയസ്കരമാണ്. എന്നാൽ രണ്ടിൽ കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠമായത്. ഭഗവാൻ കുറച്ചും കൂടി തെളിച്ച് പറയുകയാണ്. ഭഗവാൻ പറയുന്നു, കർമ്മപരിത്യാഗവും അതായത് അകർമ്മവും കർമ്മയോഗവും രണ്ടും ശ്രേയസ്കരം തന്നെയാണ്. ജ്ഞാനിയുടെ മാർഗമാണ് കർമ്മപരിത്യാഗം, അതായത് കർമ്മത്തിൽ നിന്നും വിട്ടുനിൽക്കൽ, ഒരു കർമ്മത്തിലും ഏർപ്പെടാതെ ഇരിക്കൽ, അകർമ്മം അനുഷ്ഠിക്കുക. അപ്പം അങ്ങനെ ആ കർമ്മപരിത്യാഗവും കർമ്മയോഗവും രണ്ടും ശ്രേയസ്കരമാണ്. കർമ്മയോഗമെന്ന് പറഞ്ഞാൽ കർമ്മത്തെ യോഗമായി കണ്ടനുഷ്ഠിക്കുക, ഈശ്വരാർച്ചനമായി കണ്ടനുഷ്ഠിക്കുക. രണ്ടും ശ്രേയസ്കരമാണ്. എങ്കിലും ഭക്തിയുക്തമായ കർമ്മ അനുഷ്ഠാനം തന്നെയാണ് കർമ്മത്യാഗത്തേക്കാൾ അഥവാ അകർമ്മത്തേക്കാൾ ഉത്തമം. വ്യക്തമായി പറഞ്ഞു തരൂ എന്ന് അർജുനൻ ആവശ്യപ്പെടുമ്പോൾ ഭഗവാൻ പറയുന്നതാണ്. ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള കാമ്യകർമ്മങ്ങളാണ് ഭൗതിക ബന്ധനത്തിന് കാരണമാകുന്നത്. നമ്മുടെ ഭൗതികമായ ഓരോരോ ആവശ്യങ്ങൾ, ആവലാദികൾ, അതിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് കാമ്യകർമ്മങ്ങൾ. അത് ഭൗതിക ബന്ധനത്തിന് കാരണമാകും. ഈ ജന്മത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ശരീരം തന്നെയും മുൻ ജന്മങ്ങളിലെ കാമ്യകർമ്മങ്ങളുടെ ഫലമായി ലഭിച്ചിട്ടുള്ളതാണ്. അതിനാൽ ഇന്ദ്രിയബദ്ധമായ കാമ്യകർമ്മങ്ങൾ വീണ്ടും വീണ്ടും ബന്ധനത്തിന് കാരണമാകും. അതുകൊണ്ടാണ് ജ്ഞാനയോഗികൾ കർമ്മപരിത്യാഗം അഥവാ അകർമ്മം, കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ പരിശീലിക്കുന്നത്. അതിനാൽ ഫലചിന്ത വെടിഞ്ഞ് ഇന്ദ്രിയ നിയന്ത്രണം ശീലിച്ച് ഈശ്വരസേവയായി കർമ്മം ചെയ്യുക. ഈ ഫലചിന്ത ഉണ്ടാകുമ്പോഴാണ് അത് കാമ്യകർമ്മമാകുന്നത്, ബന്ധനത്തിന് കാരണമാകുന്നത്. എന്നാൽ ഫലചിന്തയെ വെടിഞ്ഞ് ഫലത്തെപ്പറ്റിയുള്ള ആകാംക്ഷയോ ഉത്കണ്ഠയോ ഒന്നും കൂടാതെ ഇന്ദ്രിയ നിയന്ത്രണം ശീലിച്ച് ഈശ്വരസേവയായി കർമ്മം ചെയ്യുക, അപ്പോഴത് കർമ്മയോഗമാകും.
അത്തരം കർമ്മങ്ങൾ ബന്ധനത്തിന് കാരണമാകില്ല. കാരണം ശരീരം കൊണ്ട് മാത്രമേ അവിടെ കർമ്മം അനുഷ്ഠിക്കപ്പെടുന്നുള്ളൂ. മനസ്സ് അതിൽ ഒട്ടിച്ചേരുന്നില്ല, അഥവാ അതിൽ നിന്ന് യാതൊരു ആഗ്രഹങ്ങളും ഉണ്ടാകുന്നില്ല, ഫലചിന്ത ഉണ്ടാകുന്നില്ല. ഈശ്വരാർപ്പണമായി ശരീരം കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കർമ്മത്തെ യോഗമാക്കി മാറ്റുന്നു. അത്തരം കർമ്മങ്ങൾ ബന്ധനത്തിന് കാരണമാകില്ല. അപ്പോൾ ജ്ഞാനയോഗിയുടെ അകർമ്മത്തേക്കാൾ, ഈ ആത്മജ്ഞാനം നേടിയ യോഗികളുടെ കർമ്മത്തിൽ നിന്നുമുള്ള വിട്ടുനിൽക്കലേക്കാൾ ശ്രേയസ്കരമാണ് കർമ്മയോഗിയുടെ കർമ്മമാനുഷ്ഠാനം. അതായത് ജ്ഞാനയോഗിയുടെ അകർമ്മത്തേക്കാൾ ശ്രേയസ്കരം കർമ്മയോഗിയുടെ കർമ്മമാണ്. ഇതാണ് ഭഗവാൻ. രണ്ടും ശ്രേയസ്കരമാണ്, എങ്കിലും കൂടുതൽ ശ്രേയസ്കരം കർമ്മയോഗിയുടെ മാർഗമാണ്. അപ്പോൾ അർജുനോടും പറയുന്നു, നിൻ്റെ വഴി സന്യാസിയുടേതല്ല. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ സന്യസിക്കുക, അതായത് കർമ്മത്തെ ഉപേക്ഷിക്കുക, കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുക. അതാണ് സന്യാസിയുടെ മാർഗം. കർമ്മസന്യാസം എന്ന് പറയുന്നത് സന്യാസിയുടെ മാർഗമാണ്. അതും ശ്രേയസ്കരമാണെങ്കിലും അതിനേക്കാൾ ശ്രേയസ്കരമാണ് കർമ്മയോഗിയുടെ മാർഗം. അതായത് കർമ്മത്തെ യോഗമായി കണ്ട് ഫലേച്ഛ കൂടാതെ ഈശ്വരപൂജയായി കർമ്മങ്ങളിൽ മുഴുകുക. അതാണ് കർമ്മയോഗിയുടെ മാർഗം. അപ്പോൾ അർജുനൻ്റെ വഴി അങ്ങനെ ആ സന്യാസിയുടേതല്ല, അഥവാ ജ്ഞാനയോഗിയുടേതല്ല, പിന്നെയോ കർമ്മയോഗിയുടേതാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. നീ ഇങ്ങനെ ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ രണ്ടും ശ്രേയസ്കരമാണെങ്കിലും കൂടുതൽ ശ്രേയസ്കരം കർമ്മയോഗത്തിൻ്റെ മാർഗമാണ് കർമ്മസന്യാസത്തേക്കാൾ എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനോട് പറയുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.